ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ബംഗളൂരുവിൽ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നിയമ നടപടിയിലേക്ക്. അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പരാതി നൽകും. ബംഗളൂരുവിൽ കൊടുത്ത പരാതിയിൽ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും കുടുംബ പ്രശ്നമായി വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആദിത്യന്റെ അച്ഛൻ പ്രദീപ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സന്ദീപിന്റെ പീഡനം കാരണം 15 വിദ്യാർത്ഥികൾ പഠനം നിർത്തിയിട്ടുണ്ടെന്ന് BTL കോളേജിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച വിദ്യാർത്ഥി വെളിപ്പെടുത്തി. ശാരീരികവും മാനസികവുമായ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നത് പതിവാണ്. വിദ്യാർത്ഥികളെ സന്ദീപ് കമ്പി കൊണ്ട് അടിക്കാറുണ്ടെന്നും വിദ്യാർത്ഥി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നില്ല സ്റ്റേഷനിൽ നിന്നും. കാരണം DK ശിവകുമാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയോ ചേച്ചിയോ ആണ് ആ BTL കോളേജിൻ്റെ മാനേജ്മെൻറ്റ്. ഞങ്ങളവിടെ സ്റ്റേഷനിൽ ചെന്ന് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും നമുക്ക് കാണാൻ പറ്റിയില്ല. അവസാനം ഇവരെ അകത്ത് കയറി കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ പോലും കിട്ടിയിട്ടുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അത് അവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഫാമിലി ഇഷ്യൂവിൻ്റെ കാര്യം കൊണ്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് വരുത്തി തീർക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോഴാണ് ഈ അധ്യാപകൻ കാരണം 18ഓളം കുട്ടികൾ അവിടെ നിന്ന് മതിയാക്കി പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പോയി പരാതി കൊടുത്തിട്ട് ബാക്കി എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ കിട്ടത്തുള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് മുന്നോട്ട് തന്നെ പോകും. അവിടെ ഞങ്ങൾ ഗവർണറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗവർണറും DGPക്ക് അവിടെ ഇരുന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ അധ്യാപകൻ്റെതും തന്നെയാണ് ഒരുപാട് ടോർച്ചറിങ്ങും. ഞങ്ങൾ ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ അറിയുന്നതും ഓരോ കുട്ടികൾ ഇപ്പോഴേ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. നമ്മൾ വിഷമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളോളം അവിടുന്ന് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ബാച്ചിൽ തന്നെ ഒരു 15 പേരോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബാച്ചിൽ നിന്ന് ഒരു ബാച്ചിൽ തന്നെ. ഈ പുള്ളി എങ്ങനെയാണ് വിദ്യാർത്ഥികളെ എങ്ങനെ മാനസികവും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ആളാണ്? ഉണ്ട്, നല്ലതായിട്ടുണ്ട്. എക്സാമിന് മാർക്ക് പറഞ്ഞ പുള്ളി വടിവെച്ചല്ലായിരുന്നു, പുള്ളി കമ്പിയില്ല, നമ്മളെ കമ്പി വെച്ച പുള്ളി തല്ലിക്കൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഓരോരോ ദിവസം ഓരോരോ നിയമങ്ങളാ കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ നിരപരാധിയാണെങ്കിലും കൂടെ ഉള്ളവരെ പുള്ളി അതിനകത്ത് വീഴ്ത്താൻ പുള്ളി നല്ലാണ്ട് ശ്രമിക്കും. ആരെങ്കിലും ഒരാൾ പ്രതിയാക്കാൻ വേണ്ടി പുള്ളിക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. ആ ഒരു മൈൻഡാ അവർക്ക് ആ കോളേജ് മൊത്തവും. പിന്നെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പുള്ളി പിള്ളേരെ മറ്റേ കമ്പിവടി ഇല്ല അത് വെച്ച് തല്ലുന്നു. അവിടെ ഒന്നും അവർ പറഞ്ഞിട്ട് കാര്യം. കാരണം അവരെല്ലാം ഒരു കെട്ടല്ലേ, മാനേജ്മെന്റും അവിടെ സാറുമാരും എല്ലാം. നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവിടെ. സാന്ത്വന സജുണ്ട്. സാന്ത്വന, വരുന്ന പ്രതികരണങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ ഉള്ളത്. ആദിത്യന്റെ കുടുംബം ആരോപിച്ചതുപോലെ ഇതവിടെ ഒരു പതിവാണ് എന്നാണോ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനം. അരുൺ, അങ്ങനെ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ആദ്യം ഈ കോളേജിലെ അധ്യാപകനായിട്ടുള്ള സന്ദീപ് പാണ്ഡ്യ എന്ന വ്യക്തിക്കെതിരെ ആരോപണം ഉയർത്തിയത് ആദിത്യന്റെ കുടുംബം തന്നെയായിരുന്നു. കാരണം ആദിത്യന് ഈ അധ്യാപകനിൽ നിന്നും, ഈ അധ്യാപകൻ അവിടുത്തെ സാർ മാത്രമല്ല, പഠിപ്പിക്കുന്ന അധ്യാപകൻ മാത്രമല്ല, മറിച്ച് ഈ ബോയ്സ് നിൽക്കുന്ന ഹോസ്റ്റലിലെ വാർഡൻ കൂടിയാണ്. ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള മാനസിക പീഡനം തങ്ങളുടെ മകൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് അരുൺ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച വിദ്യാർത്ഥി 2024 ആ കോളേജിൽ പഠിക്കുകയും അതിനുശേഷം അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്ത വിദ്യാർത്ഥിയാണ്. അവിടുത്തെ മാനസിക പീഡനവും ശാരീരിക പീഡനവും സഹിക്കാൻ വയ്യാതെ പോയി എന്നുള്ള കാര്യമാണ് ആ വിദ്യാർത്ഥി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുമാത്രവുമല്ല, ഈ സന്ദീപ് എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ഒരു കാരണവുമില്ലാതെ, ഇപ്പോൾ ഒരു ചെറിയ കാരണമാണെങ്കിൽ പോലും അതിപ്പോൾ വടി വെച്ച് പോലും നമുക്ക് അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ കമ്പി വടി കൊണ്ട് വിദ്യാർത്ഥികളെ അടിക്കും എന്നുള്ള കാര്യമാണ് ഈ വിദ്യാർത്ഥി എന്തായാലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, തല പിടിച്ച് കുലുക്കുകയും കൈകൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി അധ്യാപകൻ ഉണ്ടായിരുന്നു എന്ന് കൂടി ഈ വിദ്യാർത്ഥി എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഓരോ ദിവസവും ഓരോ നിയമങ്ങളാണ്. അത്രയും അവിടെ സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിറങ്ങിയത്. ഈ വിദ്യാർത്ഥിയുടെ ബാച്ചിൽ തന്നെ ഏതാണ്ട് 15ഓളം മറ്റു വിദ്യാർത്ഥികളും സമാനമായ സാഹചര്യവും അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിറങ്ങിയിട്ടുണ്ട് എന്ന് കൂടി എന്തായാലും ആ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആദിത്യന്റെ മരണത്തിൽ ആദിത്യന്റെ കുടുംബം ആരോപിക്കുന്നത് പോലെ തന്നെ അവിടെ ഈ സന്ദീപ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഒരു സൈക്കോയാണോ എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്.